കൃത്യമായി ജോലി ലഭിക്കാൻ മാത്രമായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരു പ്രത്യേക വഴിപാട് നിലവിലില്ല. എന്നാൽ ഭക്തർക്ക് തങ്ങളുടെ ആഗ്രഹസാഫല്യത്തിനായി, അതായത് നല്ലൊരു ജോലി ലഭിക്കുന്നതിനും തടസ്സങ്ങൾ മാറുന്നതിനും വേണ്ടി സാധാരണയായി ചെയ്യാവുന്ന ചില വഴിപാടുകളും പ്രാർത്ഥനകളുമുണ്ട്. പൊതുവെ ഗുരുവായൂരിൽ ഭക്തർ അവരുടെ അഭീഷ്ടസിദ്ധിക്കായി നടത്തുന്ന പ്രധാന വഴിപാടുകൾ ഇവയാണ്. ഇവ ഒരു നല്ല ജോലി ലഭിക്കാനും സഹായകമാവാം. തുലാഭാരം. ഇത് ഒരു വ്യക്തിയുടെ തൂക്കത്തിനനുസരിച്ച് ശർക്കര, പഴം, നെയ്യ്, നെല്ല്, താമരപ്പൂവ്, വെണ്ണ, സ്വർണം തുടങ്ങിയ വസ്തുക്കൾ ഭഗവാന് സമർപ്പിക്കുന്ന വഴിപാടാണ്. ഇത് എല്ലാ ആഗ്രഹസാഫല്യത്തിനും, പ്രത്യേകിച്ച് ആരോഗ്യം, ഐശ്വര്യം, അഭീഷ്ടസിദ്ധി എന്നിവയ്ക്ക് ഉത്തമമായി കണക്കാക്കപ്പെടുന്നു. നല്ലൊരു ജോലി ലഭിക്കാനും ചിലർ ഇത് ചെയ്യാറുണ്ട്. ഭാഗവത പാരായണം, അർച്ചന. ഭഗവാന്റെ ഇഷ്ടഗ്രന്ഥമായ ഭാഗവതം പാരായണം ചെയ്യുന്നതും കേൾക്കുന്നതും സങ്കടങ്ങൾ മാറാനും ആഗ്രഹങ്ങൾ സഫലമാകാനും സഹായിക്കുമെന്നാണ് വിശ്വാസം. ഭാഗവത പാരായണത്തിന് അർച്ചന നടത്തുന്നതും നല്ലതാണ്. നെയ്വിളക്ക്. ഭഗവാന് നെയ്വിളക്ക് സമർപ്പിക്കുന്നത് ഐശ്വര്യത്തിനും സമാധാനത്തിനും നല്ലതാണ്. മനസ്സിലെ ഇരുട്ട് മാറി പ്രകാശമുണ്ടാവാൻ ഇത് സഹായിക്കുമെന്നാണ് വിശ്വാസം. ഇതുവഴി തൊഴിൽ തടസ്സങ്ങൾ മാറാനും സാധ്യതയുണ്ട്. താമരമാല. താമരപ്പൂവ് ഭഗവാന്റെ ഇഷ്ടപുഷ്പമാണ്. താമരമാല സമർപ്പിക്കുന്നത് ആഗ്രഹസാഫല്യത്തിന് സഹായിക്കുമെന്നാണ് വിശ്വാസം. പാൽപ്പായസം. പാൽ അഭിഷേകം. പാൽപ്പായസം വഴിപാടായി നൽകുന്നതും പാൽ അഭിഷേകം നടത്തുന്നതും മനസ്സിലെ ദുരിതങ്ങൾ മാറാനും ആഗ്രഹങ്ങൾ സഫലമാകാനും സഹായിക്കുന്നു. പുഷ്പാഞ്ജലി. ഭഗവാന്റെ നാമത്തിൽ നടത്തുന്ന പുഷ്പാഞ്ജലികൾ ആഗ്രഹസാഫല്യത്തിന് ഉത്തമമാണ്. നിങ്ങളുടെ പേരും നക്ഷത്രവും പറഞ്ഞ് തൊഴിൽ ലഭിക്കുന്നതിനായുള്ള പ്രത്യേക പുഷ്പാഞ്ജലി നടത്താൻ ആവശ്യപ്പെടാം. ഭഗവാന്റെ ദർശനം. ഏറ്റവും പ്രധാനമായി ഭഗവാനെ നേരിട്ട് കണ്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ വഴിപാട്. മനസ്സിലെ ആഗ്രഹം ഭഗവാനോട് നേരിട്ട് ഉണർത്തിക്കുക.